എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ഫാക്ട് ആണ്. അതായത് നമ്മുടെ നാഷണൽ ഫിലിം അവാർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. സോ അതിനെ പറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട, അതായത് ഏതൊക്കെ വിഭാഗങ്ങളിലാണ് അവാർഡുകൾ വന്നിട്ടുള്ളത്, ആർക്കൊക്കെയാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത്, ഇങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമുക്കറിയാം, പരീക്ഷകളിലെ പൊതുവെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് മാർക്ക് നിർണ്ണയിക്കുന്ന ഒരു ഫാക്ട് തന്നെയാണ്. പ്രത്യേകിച്ച് 10th ലെവൽ എക്സാം ആയാലും അല്ലെങ്കിൽ ഡിഗ്രി മെയിൻസ് എക്സാമുകളായാലും നിങ്ങൾക്ക് അറിയാം 15, 20 എന്നിങ്ങനെ കറണ്ട് അഫയേഴ്സിന്റെ മാർക്ക് വ്യത്യസ്തപ്പെട്ടിരിക്കും. സോ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇനി വരാനിരിക്കുന്ന മെയിൻസ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സ് ബുക്ക് പുറത്തിറക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പുസ്തകം നിങ്ങളുടെ പിന്നടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും അതുപോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള varaantara.talentgala.com ഒക്കെ ലഭ്യമാണ്. ഇനി അതല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന 75 93 98 57 57 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു പുസ്തകം വാങ്ങിച്ച് പഠിക്കുക, കറണ്ട് അഫയേഴ്സിന്റെ മാർക്ക് സെറ്റ് ആക്കുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ് നമ്മുടെ നാഷണൽ അവാർഡ്, അതായത് നാഷണൽ ഫിലിം അവാർഡ്. നമ്മൾ ആദ്യമേ പറഞ്ഞു 72ാമത് നാഷണൽ ഫിലിം അവാർഡാണ് ഇപ്പോൾ എന്ത് ചെയ്തത് 2026 പ്രഖ്യാപിച്ചത് എന്നുള്ള കാര്യം പഠിക്കുക. അപ്പോൾ പല സമയങ്ങളിലും എന്ത് ചെയ്യാറുണ്ട്, ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. 2026 പ്രഖ്യാപിച്ചത് 2024 ഫിലിം അവാർഡാണ്. അതായത് 2024 സെൻസറിംഗ് പൂർത്തിയായ ചിത്രങ്ങളെയാണ് എന്ത് ചെയ്തത് ഈ ഒരു 72ാമത് നാഷണൽ അവാർഡിൽ പരിഗണിച്ചെന്നുള്ള കാര്യം ആദ്യമേ മനസ്സിലാക്കുക കേട്ടോ. 72ാമത് നാഷണൽ അവാർഡ് ഈ 2024 സിനിമകൾക്ക് നൽകിയ അവാർഡ് പ്രഖ്യാപിച്ചത് 2026 ജൂലൈയിലാണെന്ന് മാത്രം. ഓക്കെ ആണ്, അത് ക്ലിയർ ആക്കി വെച്ചേക്കുക. ദെൻ അടുത്ത നമുക്ക് വരാം 72ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിന്റെ ഫീച്ചർ ഫിലിമിന്റെ ജൂറി ചെയർമാൻ, ഫീച്ചർ ഫിലിം വിഭാഗത്തിലെ ജൂറി ചെയർമാൻ ആരായിരുന്നു? അത് നമ്മുടെ മലയാളി സംവിധായകനായിട്ടുള്ള ജയരാജ് കേട്ടോ. ജയരാജ് ആണ്, കൃത്യമായിട്ട് പഠിച്ചേക്ക്. 72ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിന്റെ ഫീച്ചർ ഫിലിമിലെ ജൂറി ചെയർമാൻ ആരാണ് എന്നുള്ളത് അത് ജയരാജാണ്. ഇനി യൂഷ്വൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാം അല്ലെ, നമ്മൾ ഏതൊക്കെ കാറ്റഗറികളായിരിക്കും ചർച്ച ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ, ദെൻ മലയാളത്തിൽ നിന്ന് ആർക്കെങ്കിലും അവാർഡ് കിട്ടിയിട്ടുണ്ടോ, അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കണം. പൊതുവെ നാഷണൽ അവാർഡിൽ ഇതിനപ്പുറത്തേക്ക് ഒരു ചോദ്യം ഒന്നും അങ്ങനെ ഇതുവരെയും ചോദിച്ചു കണ്ടിട്ടില്ല. സോ അതുകൊണ്ട് നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ ചർച്ച ചെയ്ത് പോവാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് മികച്ച ഫീച്ചർ ഫിലിം ഏതാണ്, മികച്ച ചിത്രം ഏതാണ്? അത് ആർട്ടിക്കിൾ 370 ഏതാണ്? ആർട്ടിക്കിൾ 370, ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന ചിത്രമാണ് മികച്ച ചിത്രം എന്ന് പറയുന്നത്. ദെൻ ഈ ചിത്രം സംവിധാനം ചെയ്തത് ആദിത്യ സുഹാസ് ജംഫാലെ. ആരാണ്? ആദിത്യ സുഹാസ് ജംഫാലെയാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ആർട്ടിക്കിൾ 370 അഥവാ ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന ചിത്രം എന്ത് ചെയ്തത് സംവിധാനം ചെയ്തത്. ഈ ആർട്ടിക്കിൾ 370 കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ, നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ ആണ് ഏതെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 370. പക്ഷേ ഈ ആർട്ടിക്കിൾ പിന്നീട് റദ്ദാക്കുകയും അതിനുശേഷം എന്ത് ചെയ്യുകയും ചെയ്തു, ഈ ജമ്മു കാശ്മീരിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ലഡാക്ക് എന്നും ജമ്മു കാശ്മീർ എന്നും പറയുന്ന രണ്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളാക്കി എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ആ ആർട്ടിക്കിൾ 370 ബേസ് ചെയ്ത് വന്നൊരു ചിത്രമാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന ആർട്ടിക്കിൾ 370 എന്ന് പറയുന്നത്. സോ അത് കൃത്യമായിട്ട് പഠിക്കുക. ആ ചിത്രത്തിന്റെ സംവിധാനം എന്ന് പറയുന്നത് ആദിത്യ സുഹാസ് ജംഫാലെയാണ്. സോ അതും കൂടെ കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ മികച്ച ചിത്രം നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന കാറ്റഗറി മികച്ച നടൻ എന്ന് പറയുന്ന കാറ്റഗറിയാണ്. 2 പേർക്കാണ് ഇത്തവണ പുരസ്കാരം കിട്ടിയത്. ഒന്ന് മമ്മൂട്ടിയാണ്, ചിത്രം പറയേണ്ട ആവശ്യമില്ലല്ലോ, പ്രമേയുഗമാണ് അല്ലെ. അതായത് കൊടുമൺ പോറ്റി എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിനാണ് എന്ത് ചെയ്തത് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള പുരസ്കാരം കിട്ടിയത്. അതേസമയം ചന്തു ചാമ്പ്യൻ എന്ന് പറയുന്ന ചിത്രം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു ബയോപിക് ആണ്. അതായത് മുരളീകാന്ത് പേട്കർ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ പാരാലിമ്പ്യൻ ഉണ്ട് കേട്ടോ. മുരളീകാന്ത് പേട്കർ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം എന്ന് എനിക്ക് അറിയില്ല, എന്തായാലും നമുക്കത് പറയാം, നമ്മൾ പറഞ്ഞു തന്നെ പോകും. അപ്പൊ മുരളീകാന്ത് പേട്കർ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതം ബേസ് ചെയ്ത് വന്ന ചിത്രമാണ് ഏതെന്ന് പറയുന്നത് ചന്തു ചാമ്പ്യൻ എന്ന് പറയുന്ന ചിത്രം. സോ ആ ചിത്രത്തിലെ പ്രകടനത്തിനാണ് ഈ പറയുന്ന കാർത്തിക് ആര്യൻ അവാർഡ് കിട്ടിയത്. ഓക്കെ, അപ്പൊ നമുക്ക് 2 പേരിലേക്കും വരാം, 2 സിനിമകളിലേക്കും വരാം. ആദ്യം നമ്മൾ മമ്മൂട്ടിയാണ് നോക്കുന്നത്. അദ്ദേഹത്തിന് കിട്ടുന്ന 4ാമത്തെ നാഷണൽ അവാർഡാണിത്. കാരണം ഇദ്ദേഹത്തിന് ആദ്യമായിട്ട് നാഷണൽ അവാർഡ് കിട്ടിയത് 1989 അതായത് അദ്ദേഹത്തിന് അന്ന് വടക്കൻ വീരഗാഥ, അതേപോലെ തന്നെ മതിലുകൾ, ഈ ചിത്രങ്ങളിലെ പ്രകടനങ്ങൾ കേട്ടോ. വടക്കൻ വീരഗാഥ അതുപോലെ തന്നെ മതിലുകൾ, ഈ ചിത്രങ്ങളിലെ പ്രകടനം ബേസ് ചെയ്തിട്ട് അദ്ദേഹത്തിന് അവാർഡ് കിട്ടി. ദെൻ അതിനുശേഷം അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത് 1993 അന്ന് വിധേയൻ കേട്ടോ, വിധേയൻ അതുപോലെ തന്നെ പൊന്തൻമാട, വിധേയൻ പൊന്തൻമാട ഈ 2 ചിത്രങ്ങളിലെ പ്രകടനത്തിനാണ്. അതായത് ഭാസ്കർ പട്ടേൽ, വിധേയനിലെ ഭാസ്കർ പട്ടേലിനെ ഒന്നും അങ്ങനെ ആർക്കും മറക്കാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ വടക്കൻ വീരഗാഥയിലെ ചന്തുവിനെ ഒന്നും അങ്ങനെ ആരും മറക്കില്ല. സോ ആ 2 വർഷം. ദെൻ അതിനുശേഷം 1998 1998 അദ്ദേഹത്തിന് അവാർഡ് കിട്ടുന്നത് ഡോക്ടർ
അംബേദ്കർ എന്ന് പറയുന്ന ചിത്രത്തിനാണ് നമ്മുടെ അംബേദ്കറുടെ ജീവിതം ആസ്പദമാക്കിയിട്ട് പുറത്തിറങ്ങിയ ചിത്രമാണ് ഡോക്ടർ അംബേദ്കർ. സോ 1998 ഡോക്ടർ അംബേദ്കർ എന്ന് പറയുന്ന ചിത്രത്തിനാണ് എന്ത് ചെയ്തത് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള അവാർഡ് കിട്ടിയത്. ദെൻ ഇപ്പോ എത്രാമത്തെ 4ാമത്തെ തവണ 2026 അവാർഡ് കിട്ടുന്നു. 2024 അവാർഡാണ്. അത് ഏത് സിനിമയിലാണ്? ബ്രഹ്മയുഗം എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിന് കഥാപാത്രം കൊടുമൺ പോറ്റി എന്നുള്ള കാര്യം കൂടി ഒന്ന് പഠിക്കാം. ഓക്കെ, ഇനി ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ അമിതാഭ് ബച്ചനും പറയണം, മമ്മൂട്ടിയും പറയണം. കാര്യം രണ്ടുപേർക്കും 4 നാഷണൽ അവാർഡ് വീതം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അമിതാഭ് ബച്ചന് 4 കിട്ടിയിട്ടുണ്ട്, മമ്മൂട്ടിക്കും 4 കിട്ടിയിട്ടുണ്ട്. സോ ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡ് നേടിയ നടന്മാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടിയും അമിതാഭ് ബച്ചനുമാണ്. ഓക്കെ, അത് സെറ്റാണെന്ന് വിചാരിക്കുന്നു. ദെൻ ഏറ്റവും കൂടുതൽ സംസ്ഥാന പുരസ്കാരം നേടിയത് ആര് തന്നെ? മമ്മൂട്ടി തന്നെ. അതിൽ ഒരു സംശയവും വേണ്ട. ഓക്കെ അല്ലേ? ദെൻ നമുക്ക് അടുത്തതിലേക്ക് വരാം, കാർത്തിക് ആര്യനിലേക്ക് വരാം. കാർത്തിക് ആര്യനിലേക്ക് വരുമ്പോൾ ചന്തു ചാമ്പ്യൻ ആണെന്ന് പറയുന്ന ചിത്രം പറഞ്ഞു. ദെൻ മുരളീകാന്ത് പേട്കർ എന്ന് പറയുന്ന ഒരു പാരാലിമ്പിക് താരത്തിന്റെ, അത് വെറും ഒരു പാരാലിമ്പിക് താരമല്ല, നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് പാരാലിമ്പിക്സിൽ ആദ്യമായിട്ട് സ്വർണ്ണ മെഡൽ നേടിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന മുരളീകാന്ത് പേട്കർ. അതായത് 1972 ഹൈഡൽബർഗ് ഒളിമ്പിക്സ്, 1972 ഹൈഡൽബർഗ് ഒളിമ്പിക്സിലാണ് എന്ത് ചെയ്തത് ഇദ്ദേഹം അന്ന് ഏത് മെഡൽ നേടിയത്? സ്വർണ്ണ മെഡൽ നേടിയത്. ഏതായിരുന്നു ഈവന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീന്തൽ ആയിരുന്നു ഈവന്റ്. സോ അതും കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. സോ അത്തരത്തിലുള്ള ഈ പറയുന്ന മുരളീകാന്ത് പേട്കറുടെ ജീവിതം ആസ്പദമാക്കിയിട്ട് പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ചന്തു ചാമ്പ്യൻ എന്ന് പറയുന്നത്. സോ ആ ചിത്രത്തിലെ പ്രകടനത്തിന് കാർത്തിക് ആര്യൻ എന്ത് ചെയ്തു? നാഷണൽ അവാർഡ് കിട്ടി. കാർത്തിക് ആര്യന്റെ ആദ്യത്തെ നാഷണൽ അവാർഡാണ്. ഇനി അടുത്തതിലേക്ക് വരാം, മികച്ച നടി യാമി ഗൗതം. ആരാണ്? യാമി ഗൗതമാണ്. ചിത്രം ആർട്ടിക്കിൾ 370 എന്നുള്ളതാണ്. അപ്പൊ അത് ഓർത്ത് വയ്ക്കുക. ഇതിനകത്തെ കേന്ദ്ര കഥാപാത്രം ചെയ്തിരിക്കുന്നത് യാമി ഗൗതമാണ്. സോ ആ ചിത്രത്തിലെ പ്രകടനത്തിന് തന്നെയാണ് ആർക്ക് കിട്ടിയിരിക്കുന്നത്? യാമി ഗൗതമിന് അവാർഡ് കിട്ടിയത്. ഓക്കെ, ഇനി അടുത്തത് മികച്ച സംവിധായകൻ. മികച്ച സംവിധായകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്കുമാർ പെരിയസ്വാമി. ആരാണ്? രാജ്കുമാർ പെരിയസ്വാമിയാണ് എന്ത് ചെയ്തത്? മികച്ച സംവിധായകനാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ദെൻ അദ്ദേഹത്തിന്റെ ഏത് ചിത്രമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമരൻ. ഒരുപക്ഷെ നമ്മൾ എല്ലാവരും കണ്ട ഒരു ചിത്രമാണ് അമരൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതൊരു ബയോപിക് ആണ് അല്ലെ. ഒരു ജവാന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചിത്രമാണ് അമരൻ അല്ലെ. ഏതാണ് ജവാൻ എന്ന് പറയുന്നത്? മുകുന്ദ വരദരാജൻ അല്ലെ. മുകുന്ദ വരദരാജൻ എന്ന് പറയുന്ന തമിഴ്നാട് സ്വദേശിയായ ഒരു ജവാന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ബയോപിക് ആണ് അമരൻ. സോ ആ ചിത്രം സംവിധാനം ചെയ്ത രാജ്കുമാർ പെരിയസ്വാമിയാണ് മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടെന്നുള്ള കാര്യം പഠിക്കുക. അപ്പൊ മികച്ച ചിത്രം പറഞ്ഞു, ആർട്ടിക്കിൾ 370 ആണ്. മികച്ച നടൻ 2 പേർക്കെന്ന് പറഞ്ഞു, മമ്മൂട്ടിക്കും കാർത്തിക് ആര്യനുമാണ്. മികച്ച നടി യാമി ഗൗതമാണെന്ന് പറഞ്ഞു. മികച്ച സംവിധായകൻ എന്ന് പറയുന്നത് രാജ്കുമാർ പെരിയസ്വാമിയാണെന്ന് പറഞ്ഞു. ഇത്രയും കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മികച്ച ജനപ്രിയ ചിത്രമാണ്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ചിത്രമാണ് അല്ലെ. അതായത് കൽക്കി 2898 AD അല്ലെ. കൽക്കി 2898 AD എന്ന് പറയുന്ന ചിത്രം തെലുങ്ക് ചിത്രമാണ്. നമ്മുടെ പ്രഭാസൊക്കെ തകർത്ത് അഭിനയിച്ച ചിത്രമാണ്. നമ്മൾ ഇപ്പോഴും അതിന്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു ചിത്രമാണ് അല്ലെ. അപ്പൊ ആ കൽക്കി എന്ന് പറയുന്ന ചിത്രമാണ് മികച്ച ജനപ്രിയ ചിത്രം. അതിന്റെ സംവിധായകൻ നാഗ് അശ്വിനാണ്. അതിന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ദെൻ മികച്ച സഹനടൻ, മികച്ച സഹനടി, 2 കാറ്റഗറി നമ്മളിങ്ങനെ നോക്കുന്നേ ഉള്ളൂ. മികച്ച സഹനടൻ എന്ന് പറയുന്നത് സഞ്ജയ് മിശ്രയാണ്. ഭക്ഷക് എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത്. ദെൻ മികച്ച സഹനടിയിലേക്ക് വരുവാണെങ്കിൽ രൂപശ്രീ വർക്കാടി. ആരാണ്? രൂപശ്രീ വർക്കാടി. രൂപശ്രീ വർക്കാടി എന്ന് പറയുന്നത് ഒരു കന്നഡ ചിത്രത്തിലെ പ്രകടനത്തിനാണ്. അതായത് മിഥ്യ എന്ന് പറയുന്ന കന്നഡ ചിത്രത്തിലെ പ്രകടനത്തിനാണ് ഈ പറയുന്ന രൂപശ്രീ വർക്കാടിക്ക് എന്ത് ചെയ്തത്? അവാർഡ് കിട്ടിയത്. ദെൻ അടുത്തത് സജന നമിദാസ്. സജന നമിദാസ് നമ്മളൊക്കെ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്ത ഒരു തമിഴ് ചിത്രമുണ്ട്, അതായത് മഹാരാജ എന്ന് പറയുന്ന ചിത്രം. ആ ചിത്രത്തിലെ പ്രകടനത്തിനാണ് സജന നമിദാസിന് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം കിട്ടിയത് എന്നുള്ള കാര്യം പഠിക്കുക. ഇതിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മളൊക്കെ മിക്ക ചിത്രങ്ങളും കണ്ട ചിത്രങ്ങളാണ് അല്ലെ. അപ്പൊ ആ ചിത്രങ്ങൾക്കൊക്കെ തന്നെയാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്യാനും എന്താണ് വളരെയധികം എളുപ്പമുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇനി അടുത്തത് ദേശീയ സാമൂഹിക പരിസ്ഥിതി മൂല്യമുള്ള മികച്ച ചിത്രം. അതായത് നമ്മുടെ ദേശീയ സാമൂഹിക പരിസ്ഥിതി മൂല്യമുള്ള മികച്ച ചിത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ മില്ലർ ആണ്. ഈ ചിത്രത്തിന്റെ സംവിധായകൻ എന്ന് പറയുന്നത് അരുൺ മാതേശ്വരനാണ്. ദെൻ ഒരു കാര്യം കൂടി ഉള്ള, ഈ ഒരു ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്ന ചിത്രം നമുക്കറിയാം ധനുഷിന്റെ ചിത്രമാണ് അല്ലെ. ഈ ഒരു ചിത്രത്തിലെ പ്രകടനത്തിന് ധനുഷിന് മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാപ്റ്റൻ മില്ലറിന്റെ പ്രകടനത്തിന് ധനുഷിന് മികച്ച നടനുള്ള സ്പെഷ്യൽ മെൻഷൻ, സ്പെഷ്യൽ ജൂറി പുരസ്കാരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ നിങ്ങളൊന്ന് ഓർത്തേക്കുക. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് മികച്ച നവാഗത സംവിധായകനാണ്. മികച്ച നവാഗത സംവിധായകൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ അവാർഡ് കിട്ടിയത് രൺദീപ് ഹൂഡയ്ക്കാണ്. അദ്ദേഹം സംവിധാനം ചെയ്ത സ്വതന്ത്രവീർ സവർക്കർ, ഇതാണ് അവാർഡിന് അർഹമായ ആ സിനിമ എന്ന് പറയുന്നത്. സോ സ്വതന്ത്രവീർ സവർക്കർ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത രൺദീപ് ഹൂഡയാണ് മികച്ച നവാഗത സംവിധായകൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത അവാർഡ് എന്ന് പറയുന്നത് മികച്ച തിരക്കഥയാണ്. തിരക്കഥകൾ അവാർഡ് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുകുമാറാണ്. പുഷ്പ
ടു ദി റൂൾ എന്ന് പറയുന്ന ചിത്രത്തിന്റെ തിരക്കഥയ്ക്കാണ് അവാർഡ് കിട്ടിയത്. നമുക്കറിയാം അല്ലു അർജുന് ഫിലിം അവാർഡ് നേടിക്കൊടുത്ത മികച്ച നടനുള്ള ദേശീയ ഫിലിം അവാർഡ് നേടിക്കൊടുത്ത ചിത്രമാണ് ഏതെന്ന് പറയുന്നത് പുഷ്പ 1, പുഷ്പയുടെ ആദ്യ ഭാഗം എന്ന് പറയുന്നത്. സോ അതിന്റെ രണ്ടാം ഭാഗത്തിന്റെ തിരക്കഥയ്ക്കാണ് ആർക്ക് സുകുമാറിന് അവാർഡ് കിട്ടിയെന്നുള്ള കാര്യം ഓർക്കുക. ഇനി അടുത്തത് മികച്ച ഗായകനാണ്. മികച്ച ഗായകൻ അഭയ് ജോധ്പൂർക്കർ ആണ്. അദ്ദേഹത്തിന് ഖരത് ഗണപതി എന്ന് പറയുന്ന ചിത്രത്തിലെ നവസജി ഗൗരി മാസി എന്ന് പറയുന്ന ഗാനത്തിനാണ് എന്ത് ചെയ്തത് ഈ പറയുന്ന അഭയ് ജോധ്പൂർക്കറിന് മികച്ച ഗായകനുള്ള പുരസ്കാരം കിട്ടിയത്. പക്ഷേ മികച്ച ഗായകനുള്ള പുരസ്കാരമൊക്കെ ചോദിക്കാനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത് ഒരു 100-ൽ 10% ഒക്കെ നമുക്ക് പറയാനേ പറ്റുള്ളൂ. മികച്ച ഗായകനൊക്കെ മലയാളിക്കാണ് കിട്ടിയെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ചോദിക്കുന്നു, പക്ഷെ മലയാളിക്കല്ല. പക്ഷെ എന്നിരുന്നാലും നമ്മളൊരു വഴിക്ക് പോകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളൊന്ന് ചർച്ച ചെയ്യുന്നത് മാത്രം. ഇനി നമ്മുടെ കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഏറ്റവും പുതിയ കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് റാങ്ക് ഫെയർ പുറത്തിറക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പ്രീ ഓർഡർ ചെയ്യാവുന്ന സമയമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എന്ന് പറയുന്നത് 75 93 98 57 57 ആണ്. സോ നിങ്ങൾ ബാക്കി എക്സാം ഡേറ്റിന് വേണ്ടി നോക്കി വയ്ക്കേണ്ട, അതിന് മുന്നേ തന്നെ പ്രീ ഓർഡർ ചെയ്ത് നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കൊള്ളുക. അപ്പോൾ ഇതല്ല എങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലുള്ള venatharo.com ഈ പുസ്തകം ലഭ്യമാണ് കേട്ടോ. ഇനി അടുത്ത കാറ്റഗറി മികച്ച ഗായിക എന്ന് പറയുന്ന കാറ്റഗറിയാണ്. നമുക്കറിയാം വൈക്കം വിജയലക്ഷ്മിക്കാണ് അവാർഡ് കിട്ടിയത്. നിങ്ങളെല്ലാം നോക്കി വെച്ച കാര്യമാണ്. അതായത് ചിത്രവും നമുക്കറിയാം അല്ലെ, അജയന്റെ രണ്ടാം മോഷണം അല്ലെ, ARM എന്ന് പറയുന്ന ചിത്രത്തിലെ ഗാനമായിട്ടുള്ള ഏതാണ് അങ്ങുവാന കോണില് മിന്നി നിന്നൊരമ്പിളി അമ്പിളി കലയ്ക്കുള്ളിലെ ആ ഗാനം ഞാൻ കൂടുതൽ പാടി വഷളാക്കുന്നില്ല. സോ ആ ഗാനമാണെന്ന് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഗാനവുമാണ്. സോ ആ ഗാനത്തിനാണ് എന്ത് ചെയ്തത് വൈക്കം വിജയലക്ഷ്മിക്ക് അവാർഡ് കിട്ടിയത്. എല്ലാവർക്കും അറിയാലോ. ദെൻ ഇതിന് മുൻപും ചോദിച്ചിട്ടുണ്ടോ ഈ പറയുന്ന നാഷണൽ അവാർഡിന്റെ സമയത്ത് നഞ്ചിയമ്മയ്ക്കൊക്കെ അവാർഡ് കിട്ടിയ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് നിങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കുക. ദെൻ മികച്ച പശ്ചാത്തല സംഗീതം GV പ്രകാശ് കുമാറിനാണ് അമരൻ എന്ന് പറയുന്ന ചിത്രം. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ അമരൻ എന്ന് പറയുന്ന ചിത്രത്തിന് കുറച്ച് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അമരന് മാത്രമല്ല ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന ചിത്രത്തിനും കുറച്ച് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. സോ ഈ രണ്ട് ചിത്രങ്ങളും അതായത് ഈ ഒരു നാഷണൽ അവാർഡിൽ ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ ചിത്രം ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമരനും ആർട്ടിക്കിൾ 370 ആണ്. സോ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ദെൻ നമുക്ക് അടുത്ത് നോക്കാനുള്ള കാറ്റഗറി മികച്ച സംഗീത സംവിധാനം. രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകാൻ പാടില്ല. അതായത് മികച്ച പശ്ചാത്തല സംഗീതം എന്ന് പറയുന്നത് ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്, അത് GV പ്രകാശ് കുമാർ ആണ്. ദെൻ മികച്ച സംഗീത സംവിധാനം എന്ന് പറയുന്നത് ബെസ്റ്റ് മ്യൂസിക് ഡയറക്ഷൻ ആണ്, അത് ശാശ്വത് സച്ദേവിനാണ്. ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന ചിത്രത്തിലെ സംഗീത സംവിധാനം അദ്ദേഹമായിരുന്നു. സോ അതിനാണ് അവാർഡ് കിട്ടിയത്. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് മികച്ച എഡിറ്റിംഗ് ആണ്, അത് R കലൈവാണനാണ്. അമരൻ എന്ന് പറയുന്ന ചിത്രം എഡിറ്റ് ചെയ്തതിനാണ്. സോ ഇതൊക്കെ വളരെ ന്യൂട്രൽ ആയിട്ടുള്ള നമ്മൾ ജസ്റ്റ് നോക്കി വെച്ച് പോയാൽ മതിയാവുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറയുന്നത്. ദെൻ മികച്ച ആക്ഷൻ കൊറിയോഗ്രാഫി ഒരു തമിഴ് ചിത്രത്തിന് കിട്ടിയതുകൊണ്ടാണ് പറയുന്നത്. മഹാരാജ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്ത അനൽ അരശിനാണ് പുരസ്കാരം കിട്ടിയത്. ദെൻ അടുത്ത അവാർഡ് നിങ്ങൾ എന്തായാലും നോക്കുക, അതായത് മികച്ച മലയാള ചിത്രം ഏതാണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ മലയാളത്തിന് കിട്ടിയ അവാർഡ് ഞാൻ എന്തായാലും ലാസ്റ്റ് പറയും. സോ ഇതിനൊപ്പം നിങ്ങളൊന്ന് ഓർത്തു പോവുക, മികച്ച മലയാള ചിത്രം. അതായത് മികച്ച ചിത്രം വേറെയാണ്, മികച്ച മലയാള ചിത്രം വേറെയാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അതായത് നമ്മുടെ എല്ലാ ഭാഷകളിലെയും മികച്ച ചിത്രങ്ങൾക്ക് അവാർഡ് കൊടുക്കാറുണ്ട്, അതേസമയം ഒരു മികച്ച ചിത്രവും തിരഞ്ഞെടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ മികച്ച ചിത്രം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 370 ആണ്. എന്നാൽ മികച്ച മലയാള ചിത്രം എന്ന് പറയുന്നത് ഫെമിനിച്ചി ഫാത്തിമയാണ്. അതിന്റെ സംവിധായകൻ ഫാസിൽ മുഹമ്മദ് ആണ്. സോ അത് നിങ്ങളൊന്ന് പഠിച്ചേക്കുക. ഫെമിനിച്ചി ഫാത്തിമ അതെന്ന് പറയുന്നത് മികച്ച മലയാള ചിത്രമാണ്, സംവിധായകൻ ഫാസിൽ മുഹമ്മദ് ആണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് പ്രധാനപ്പെട്ട ഭാഷകളിലെ ചില സിനിമകളും എന്ത് ചെയ്തിട്ടുണ്ട്, അവാർഡ് കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഭാഷകളിലെ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെ ഭാഷകളിലെ മികച്ച ചിത്രങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്ന് നോക്കുന്നു എന്ന് മാത്രം. തമിഴിലെ മികച്ച ചിത്രം എന്ന് പറയുന്നത് രായൻ എന്ന് പറയുന്ന ചിത്രമാണ്, ധനുഷിന്റെ ഡയറക്ഷൻ ആണ്. ദെൻ മികച്ച തെലുങ്ക് ചിത്രം എന്ന് പറയുന്നത് കമ്മിറ്റി കുറോള്ളു, ഇതാണോ പ്രൊനൗൺസിയേഷൻ എന്ന് എനിക്ക് അറിയില്ല. സോ നമ്മുടെ മലയാളവൽക്കരിക്കുമ്പോൾ കമ്മിറ്റി കുറോള്ളു ഇങ്ങനെയാണ് വരുന്നത്. ദെൻ അടുത്തത് മികച്ച ഹിന്ദി ചിത്രം ശ്രീകാന്ത് ആണ്. ദെൻ മികച്ച കന്നഡ ചിത്രം മിഥ്യ. സോ ഇത്രയുമാണ് പ്രധാനപ്പെട്ട മറ്റ് സംസ്ഥാനങ്ങളിലെ അല്ലെങ്കിൽ മറ്റ് ഭാഷകൾക്ക് കിട്ടിയ മികച്ച ചിത്രങ്ങൾക്കുള്ള പുരസ്കാരം എന്ന് പറയുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ PSCയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു റയർ ക്വസ്റ്റ്യൻ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. അതായത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടുന്ന ആദ്യത്തെ സാന്താളി ഭാഷാ ചിത്രം ഏതാണ്? ഇതാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടുന്ന ആദ്യത്തെ സന്താളി ഭാഷാ ചിത്രം ഏതാണ്? അത് അൻഗൻ. ഏതാണ്? അൻഗൻ എന്ന് പറയുന്ന ചിത്രമാണ്. കൃത്യമായിട്ട് പഠിക്കുക. ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ദേശീയ പുരസ്കാരത്തിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലെ അവാർഡ് എന്ത് ചെയ്യുന്ന ഒരു സന്താളി ഭാഷാ ചിത്രത്തിന് കിട്ടുന്നതെന്നുള്ള കാര്യം നിങ്ങളൊന്ന് പഠിക്കുക കേട്ടോ. ഇനി ഏതാണ് അവാർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആർക്കാണ് അവാർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രവിരാജ് മുർമു എന്ന് പറയുന്ന സംവിധായകനാണ്. അതായത് നോൺ ഫീച്ചർ ഫിലിം മികച്ച നവാഗത സംവിധായകൻ, നോൺ ഫീച്ചർ ഫിലിമിലെ മികച്ച നവാഗത സംവിധായകനുള്ള അവാർഡാണ് രവിരാജ് മുർമുവിന് കിട്ടിയത്. സോ അതും കൂടെ ഓർത്തു വെച്ചേക്കുക.
ഇനി നമ്മുടെ മലയാളത്തിന് കിട്ടിയ അവാർഡുകൾ നമ്മൾ ഓൾറെഡി കുറച്ച് അവാർഡുകൾ പറഞ്ഞു കഴിഞ്ഞു. എന്നിരുന്നാൽ തന്നെ നമ്മുടെ മലയാളത്തിന് കിട്ടിയ അവാർഡുകൾ നമ്മളൊന്ന് റിവൈസ് ചെയ്യുകയാണ്. ചിലത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു, നമ്മൾ അതും കൂടെ ചേർത്ത് നമ്മുടെ മലയാള സിനിമയ്ക്ക് 72ാമത് നാഷണൽ അവാർഡിൽ ഏതൊക്കെ പുരസ്കാരം കിട്ടി എന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. അതിനാദ്യത്തേത് മികച്ച നടൻ മമ്മൂട്ടി, ചിത്രം ഭ്രമയുഗം, കഥാപാത്രം കൊടുമൺ പോറ്റി. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. മമ്മൂട്ടിക്ക് കിട്ടുന്ന 4ാമത്തെ നാഷണൽ അവാർഡാണ്. ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡ് നേടുന്ന മലയാള നടൻ എന്ന് പറയുന്നത് ആരാണ്? മമ്മൂട്ടിയാണ്. ഏറ്റവും കൂടുതൽ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിയത് ആര് തന്നെയാണ്? മമ്മൂട്ടിയാണ്. അതുപോലെ തന്നെ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ എന്താണ് 2ാമത്തെ മലയാളി അല്ലെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി എന്നൊക്കെ പറഞ്ഞാൽ അത് മോഹൻലാലാണ്. അവിടെ മമ്മൂട്ടി പറയരുത് കേട്ടോ. ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡ് മമ്മൂട്ടിയാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാന അവാർഡ് മമ്മൂട്ടിയാണ്. നമ്മുടെ ഇന്ത്യൻ സിനിമയ്ക്ക് നൽകുന്ന പരമോന്നത പുരസ്കാരമായിട്ടുള്ള ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ 2ാമത്തെ മലയാളി അല്ലെങ്കിൽ ആദ്യ മലയാള ചലച്ചിത്ര നടൻ അല്ലെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി, ഇതൊക്കെ ആരാണ്? മോഹൻലാലാണ്. അത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് പഠിക്കുക. ദെൻ അറിയാലോ, ഓസ്ട്രേലിയ പണ്ട് മമ്മൂട്ടിയുടെ സ്റ്റാമ്പ് പുറത്തിറക്കിയ കാര്യം അറിയാലോ. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മറക്കാതെ ഓർത്തു വയ്ക്കുക. കാര്യം ഓസ്ട്രേലിയ എന്ന് സ്റ്റാമ്പ് പുറത്തിറക്കിയപ്പോൾ ഇതൊക്കെ PSC ചോദിക്കുമെന്ന് നമ്മൾ സംശയിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? PSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക കേട്ടോ. ഇനി മികച്ച മലയാള ചിത്രം ഓർക്കുക. മികച്ച ചിത്രം എന്നല്ല ഞാൻ പറഞ്ഞത്, മികച്ച മലയാള ചിത്രം ഏതാണ്? ഫെമിനിച്ചി ഫാത്തിമ. ഇനി മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം വൈക്കം വിജയലക്ഷ്മിക്കാണ്. ഗാനമറിയാം, ചിത്രമറിയാം, ഒരു സംശയവും ഇല്ല. ഇനി മികച്ച ഛായാഗ്രഹണം നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞില്ല, ഇവിടെ നമ്മളത് പറയുന്നു. മികച്ച ഛായാഗ്രഹണം എന്ന് പറയുന്നത് ഷഹനാദ് ജലാൽ. ആർക്കാണ്? ഷഹനാദ് ജലാലിനാണ് അവാർഡ്. ചിത്രം ഭ്രമയുഗം. ഭ്രമയുഗം എന്ന് പറയുന്ന ചിത്രത്തിലെ ഛായാഗ്രഹണത്തിനാണ് ഷഹനാദ് ജലാലിന് അവാർഡ് കിട്ടിയത്. അടുത്തത് ഒരു പ്രത്യേക പരാമർശമുണ്ട്. അതായത് നോൺ ഫീച്ചർ ഫിലിം കാറ്റഗറിയിൽ ഒരു പ്രത്യേക പരാമർശമുണ്ട്. അതായത് ഭദ്രകാളി നാടകം എന്ന് പറയുന്ന ഒരു മലയാള ഡോക്യുമെന്ററി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ സംവിധായകൻ എന്ന് പറയുന്നത് ആനന്ദ ജ്യോതി അഥവാ ജോസ് ആന്റണി ആണ്. സോ അതും കൂടെ നിങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ നാഷണൽ അവാർഡുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് ചർച്ച ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക. കാര്യം ഇനി വരാനിരിക്കുന്ന മെയിൻസ് എക്സാമുകളിൽ മേ ബി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് ഈ പറയുന്ന നാഷണൽ ഫിലിം അവാർഡും അതേപോലെ തന്നെ റീസെന്റ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്ത ഫിഫ വേൾഡ് കപ്പ് ഒക്കെ. സോ അതൊക്കെ വളരെ കൃത്യമായിട്ട് പഠിക്കുക. നല്ലതുപോലെ തന്നെ എക്സാമിന് ഫോക്കസ് ചെയ്ത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക. അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.